കൊല്ലത്ത് നിന്ന് വരുന്നൊരു വാർത്ത, കൊല്ലം തങ്കശ്ശേരിയിൽ വീണ്ടും വള്ളം മറിഞ്ഞു. 6 പേർ പോയ വള്ളമാണ് മറിഞ്ഞത്. ഇതിൽ 5 പേരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ഷമീർ അബ്ദുൽ വിവരങ്ങളുമായി ചേരുന്നു. ഷമീറെ, 5 പേരെ കണ്ടെത്തുമ്പോഴും ഒരാളെ ഇനി കണ്ടെത്താനുണ്ട്. എങ്ങനെയാണ് തിരച്ചിൽ പുരോഗമിക്കുന്നത്? പുലർച്ചയോടുകൂടിയാണ് സേതുലക്ഷ്മി ഇത്തരത്തിൽ ഈ വള്ളം അപകടത്തിൽപ്പെട്ടത്. ഈ വെള്ളത്തിൽ 5 പേരുണ്ടായിരുന്നു. അതിൽ 6 പേരുണ്ടായതിൽ 5 പേരെ രക്ഷപ്പെടുത്തി. ഒരാൾക്കായുള്ള തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. നമുക്ക് തീരമേഖലയെ അപേക്ഷിച്ച് കടൽക്ഷോഭം ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. ശക്തമായ കടൽക്ഷോഭവും കാറ്റും തീരമേഖലയിൽ നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ രക്ഷാപ്രവർത്തനം ദുഷ്കരമായി തുടരുകയാണ്. കഴിഞ്ഞ ദിവസവും ഇത്തരത്തിൽ 3 പേരാണ് നീണ്ടകരയിൽ വള്ളം മറിഞ്ഞ് മരണപ്പെട്ടത്. അതിന് തൊട്ടു പിന്നാലെ വീണ്ടും ഇപ്പോൾ തങ്കശ്ശേരിയിലും വള്ളം മറിഞ്ഞ് അപകടമുണ്ടായിരിക്കുന്നു. പിന്നീട് ഏറ്റവും എടുത്തു പറയേണ്ടത് ജില്ലയുടെ കിഴക്കൻ മലയോര മേഖലയിലും ശക്തമായ മഴ പെയ്യുന്നു. കുളത്തൂപ്പുഴ അടക്കമുള്ള മേഖലകളിൽ മഴ തുടരുകയാണ്. തിരുവനന്തപുരം ചെങ്കോട്ട പാതയിൽ 30 അടി പാലത്തിൽ വെള്ളം കയറിയിട്ടുണ്ട്. മലയോര ഹൈവേയിലുള്ള ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെടുത്തുന്നു. അതുപോലെ കുളത്തൂപ്പുഴ ചോഴിയക്കോട് മിൽമാപ്പാലം പ്രദേശത്ത് വീടുകളിലേക്ക് വെള്ളം കയറി. ഇവിടെയുള്ള ആളുകളെ മാറ്റിപ്പാർപ്പിക്കാനുള്ള നടപടിക്രമങ്ങളും ആരംഭിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ കല്ലുവെട്ടാംകുഴിയിൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒരു ദുരിതാശ്വാസ ക്യാമ്പ് കൂടി ആരംഭിച്ചിട്ടുണ്ട്. ചെയ്തു ഷമീർ, ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം തെക്കൻ കേരളത്തിലൊന്നും ഇല്ല എങ്കിൽ പോലും ഈ പറഞ്ഞ പോലെ മഴ നിൽക്കുന്നുണ്ട്. പലയിടങ്ങളിലും ഈ വെള്ളം കയറലും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പം കുറച്ച് ശ്രദ്ധിക്കേണ്ട സമയമാണോ? ദുരിതാശ്വാസ ക്യാമ്പുകളൊക്കെ തുറക്കേണ്ട ഒരു സ്ഥിതി ഉണ്ടോ? കൊല്ലത്തെ അപേക്ഷിച്ച് കൊല്ലത്ത് പുലർച്ചെ വരെ നേരിയ തോതിലാണ് മഴയെങ്കിൽ രാവിലെയോടുകൂടി മഴ ഇപ്പോൾ ശക്തമായി ആരംഭിച്ചിട്ടുണ്ട് എന്ന് വേണം പറയാൻ. എന്തായാലും നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ലെങ്കിൽ പോലും എല്ലാ വില്ലേജ് ഓഫീസർമാരോടും ഈ ദുരിതാശ്വാസ ക്യാമ്പുകൾ അടക്കം തുറക്കാൻ, ആവശ്യമെങ്കിൽ തുറക്കാൻ ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതായത് തീരപ്രദേശത്താണ് കൂടുതലും കൊല്ലം ജില്ലയെ അപേക്ഷിച്ച് നാശനഷ്ടം ഉണ്ടാകുന്നത്. അതുകൊണ്ട് തീരമേഖലയിൽ അതീവ ജാഗ്രതാ നിർദ്ദേശമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ പരവൂർ, കായൽ, അതുപോലെ തന്നെ മയ്യനാട്, താന്നി തുടങ്ങിയ പ്രദേശങ്ങളിലൊക്കെ തന്നെ കിഴക്കൻ മലയോര വെള്ളം കൂടുതലായി തെന്മല അടക്കമുള്ള ഭാഗങ്ങളിൽ നിന്നും ഒഴുകിയെത്തും. ഇത് അറബിക്കടലിലേക്ക് പോകുന്ന ഇതുവഴിയാണ്. അതുകൊണ്ട് തന്നെ ആ പ്രദേശങ്ങളിലൊക്കെ എപ്പോഴും വെള്ളം കയറുന്ന മേഖലയാണ്. അതുകൊണ്ട് ആ പ്രദേശങ്ങളിലൊക്കെ ജലനിരപ്പ് ഉയരുന്നുണ്ട്. അതുകൊണ്ട് ആ പ്രദേശങ്ങളിലുള്ള വില്ലേജ് ഓഫീസർമാരോട് അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ജലനിരപ്പ് ഉയരുന്ന സാഹചര്യം ഉണ്ടായാൽ ആളുകളെ വളരെ വേഗം അവിടെ നിന്ന് മാറ്റി പാർപ്പിക്കാനുള്ള നടപടിക്രമങ്ങൾ സ്വീകരിക്കണം. അതിനായി തൊട്ടടുത്തുള്ള സ്കൂളുകളൊക്കെ തന്നെ ക്രമീകരിച്ച് നിർത്താനും ഇപ്പോൾ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ കിഴക്കൻ മലയോര മേഖലയിലാണ് ഇപ്പോൾ അതിശക്തമായ മഴ തുടരുന്നത്. അതുകൊണ്ട് തന്നെ അവിടെയും അത്തരത്തിൽ ആവശ്യമെങ്കിൽ ഈ സ്കൂളുകൾ തുറന്ന് ക്യാമ്പുകൾ നടത്തുവാനുള്ള നിർദ്ദേശം കൂടി ഇപ്പോൾ നൽകിയിട്ടുണ്ട്. ചെയ്തു. ഓക്കെ, ശരി. സേഫായിട്ടിരിക്കൂ ഷമീർ. ഇപ്പൊ